ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ ചുറ്റുപാടിൽ ഒരുപാട് നമ്മുടെ പ്രകൃതിയിൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, സസ്യങ്ങൾ, അതേമാതിരി ഒത്തിരി ഫ്ലവേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ എല്ലാം ഒരു പാറ്റേൺ ഉണ്ട്. ഒരു കണക്കിന് പറഞ്ഞു തരുമ്പോൾ നമ്മൾ വിചാരിക്കും, നിങ്ങൾ വിചാരിക്കുക ഓക്കെ നമ്മൾ മാത്സ് പഠിച്ചു, ഈ പ്രകൃതി ആരാ മാത്സ് പഠിപ്പിച്ച്? പക്ഷെ പ്രകൃതിക്ക് ഒരു നിയമമുണ്ട്. നമ്മുടെ സൂര്യപ്രകാശത്തിൽ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാ ഇലകളും അതിന് ഊർജം കിട്ടണം. അപ്പോൾ അതേമാതിരി അതിനാണ് ഇത് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്തേക്കുന്ന. ആദ്യം ഒരു ചെറിയ പ്ലാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ ആദ്യത്തെ ഇല ഉണ്ടായിക്കഴിഞ്ഞിട്ട് അടുത്ത ഇല വരുന്ന 137 ഡിഗ്രി മാറിയാണ്. മൂന്നാമത്തെ ഇല അടുത്തത് 137 ഡിഗ്രി. അങ്ങനെ ഈ 137 ഡിഗ്രിയാണ് അടുത്ത നാലാമത്തെ ഇല, അഞ്ചാമത്തെ ഇല എല്ലാം കറക്റ്റായിട്ട് വരുന്നത്. പക്ഷെ വരിയിൽ നമ്മളെ ഇതേ സംഭവം തന്നെ നമ്മളിപ്പോൾ ഒരു ഇത് വരുവാണെന്ന് വെച്ചാൽ നമ്മളിപ്പം നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ ഒരു 2 ഇല കഴിഞ്ഞിട്ട് അടുത്ത ഇല വരുന്നൊരു 3 ഇല. ഇത് ഈ പ്ലാന്റ് വലുതായി പോകുന്നില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇപ്പോൾ 3 കഴിഞ്ഞിട്ട് 5 3 എത്ര 8 8 ഡിവൈഡ് ബൈ ഈ പ്രീവിയസ് 5 ഇതായിട്ട് കഴിഞ്ഞാൽ 1.62. അപ്പോൾ അടുത്തത് അതേമാതിരി 8 അടുത്ത 12 അല്ലയോ, 8ഉം 5ഉം. അപ്പോൾ ഈ 8ഉം 5ഉം 13 ഇത് 21. അങ്ങനെ ഓരോരോ അതിൻ്റെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും എല്ലാം കൂടെ. അപ്പോൾ അതുകൊണ്ട് പറയാം. അപ്പം ഈ ഒരു പാറ്റേണിൽ ആണ് നമ്മുടെ പ്രകൃതി പോകുന്നത്. ഇതിൻ്റെ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേച്ചർ 1.61 ഒരു ഇതിലാണ് വരുന്നത്. ഇപ്പം നിസ്സാരം നമ്മുടെ വീട്ടിലെ ജനലുകൾ, സ്റ്റെയർ കേസ്, അല്ലെന്ന രീതിയിൽ നമ്മുടെ ഒരുപാട് മൃഗങ്ങളെ ഇപ്പം നമ്മുടെ ഒച്ച് നടന്നു പോകുന്ന ഒച്ചിൻ്റെ ഒരു പാറ്റേൺ അല്ല. അതേപോലെ നമ്മുടെ ഇത് മുയലുകൾക്ക് കുട്ടികളുണ്ടാകുന്നത് ആദ്യം ഒരു ഉണ്ടായിക്കഴിഞ്ഞാൽ 1 മാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് ഡെലിവറിക്ക് 2 കുട്ടികൾ, അടുത്തത് 2 പേര്, പിന്നെ അടുത്ത 3 പേര്, 5 പേര്, ആ ഒരു രീതിയിലാണ് പോകുന്നത്. അതേമാതിരി എല്ലാ ചെടികൾക്കും ഓരോ ഇപ്പോൾ ഒരു റോസാപ്പൂവിൻ്റെ എല്ലാ ഇതളുകളും ഒരേ ഒരു ഷേപ്പിൽ ഒരു പ്രത്യേകിച്ച് ഒരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. അതേമാതിരി ഇപ്പം നമ്മൾ നിസ്സാരം അതിൻ്റെ ഒരു റോസയുടെ സ്റ്റെം എടുക്കുക, കമ്പ്. അപ്പോൾ അതിനകത്ത് നോക്കിയാൽ കമ്പിൻ്റെ എത്ര മുള്ളുകളെ മേലോട്ടുള്ള അകലം, ഓരോ ഇലകൾ വന്ന അകലം, ഓരോ ഇലകൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അപ്പം അതേമാതിരി ഇപ്പോൾ ഓരോ സസ്യവും ജീവജാലങ്ങൾക്കും ഇതിങ്ങനെ തന്നെ. നമ്മളിപ്പം ഓക്കെ നമ്മുടെ വീട്ടിലെ ജനലിൻ്റെ കമ്പികൾ അതെല്ലാം അറേഞ്ച് ചെയ്തേക്കുന്നത്, അതിൻ്റെ ആംഗിൾ വളച്ച് ഒടിച്ച് എടുത്തേക്കുന്നത് നമ്മുടെ സ്റ്റെയർ കേസ്. അതേമാതിരി നമ്മളെ ഇന്നതെന്നില്ല പ്രപഞ്ചം മൊത്തം ട്രേഡിങ്ങിൽ ഈ നമ്മുടെ ഷെയർ മാർക്കറ്റ് ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതേമാതിരി നമ്മുടെ ഇപ്പം ചുഴലിക്കാറ്റ് ഒരു പ്രത്യേക പാറ്റേണിൽ ഒരു കറങ്ങിയാണ്. പിന്നെ നമ്മുടെ പിരമിഡിൻ്റെ ഷേപ്പ് അതും ഇതുമായിട്ട് ബന്ധമുണ്ട്. മിൽക്കി വേയിലെ ഗാലക്സികൾ അത് ഇതിനാണ് ബന്ധമുണ്ട്. ഉച്ചിൻ്റെ പുറത്തെ തോട്, ഉച്ചിൻ്റെ ഷേപ്പ്, അല്ലെങ്കിൽ ആമ, എന്തിനാ പോട്ടെ കൈതച്ചക്ക, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധമുണ്ട്. ഇതും പോട്ടെ ഇപ്പം നമ്മൾക്ക് ഇപ്പം ഇത് നമുക്ക് വെബ്സൈറ്റിൻ്റെ പർപ്പസിന് വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്, നല്ല ലോഗോ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ അനന്ത സാധ്യതകൾ. ഇപ്പം നമ്മൾ ഈ ഫിബനാച്ചി ഇത് കണ്ടുപിടിച്ചേക്കുന്ന ഇറ്റലിക്കാരൻ ലിയാനോഡോ പിസ. അപ്പം ഇതിനു മുമ്പ് നമ്മുടെ ഇന്ത്യക്കാരൻ കണ്ടുപിടിച്ചാലും പ്രൊഫഷണൽസം ഇല്ലാത്തതുകൊണ്ട് ചെയ്തില്ല, ഓക്കെ. പക്ഷേ ഈ ഒരു ടെക്നോളജിയുടെ അനന്ത സാധ്യത ഇപ്പം നോക്കാം. ട്വിറ്ററിൻ്റെ ലോഗോ നോക്കിക്കഴിഞ്ഞാൽ കാണാം. അല്ലെന്ന രീതിയിൽ ഇപ്പം നമ്മുടെ പെപ്സിയുടെ ലോഗോ, ആപ്പിളിൻ്റെ ലോഗോ, അങ്ങനെ എല്ലാം എവിടെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഫിബനാച്ചി അതാണ് പ്രപഞ്ചം എന്ന് പറഞ്ഞത്. അപ്പം ഇതൊരു നല്ല സബ്ജക്റ്റാണെന്ന് എനിക്ക് തോന്നി. പക്ഷെ പലർക്കും ഇപ്പോഴും അറിഞ്ഞുകൂടാ ഇതെന്താ സംഭവം. അപ്പോൾ അതുകൊണ്ട് ഒരു സ്പെഷ്യലായിട്ടുള്ള ഒരു സബ്ജക്റ്റ് സെലക്ട് ചെയ്തതേ ഉള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.